വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപി തൃശൂരിൽ. റെയിൽവേ സ്റ്റേഷനിലെത്തിയ സുരേഷ് ഗോപിക്ക് ബിജെപി പ്രവർത്തകരുടെ സ്വീകരണം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ സുരേഷ് ഗോപി. ഓഫീസ് മാർച്ചിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ചു. കമ്മീഷണർ ഓഫീസിലേക്ക് ഇന്ന് ബിജെപി മാർച്ച്. കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും പങ്കെടുക്കും. തൃശൂർ വോട്ട് ക്രമക്കേട് ആരോപണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന നാടകമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജനശ്രദ്ധ തിരിക്കാനാണ് ശ്രമം. പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം, അല്ലെങ്കിൽ കോടതിയിൽ പോകാമെന്നും രാജീവ് ചന്ദ്രശേഖർ. സുരേഷ് ഗോപി നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെന്ന് കെ സുരേന്ദ്രൻ. തൃശൂരിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ 70 പേർക്കെതിരെ കേസ്. CPM BJP പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് കേസെടുത്തത്. 40 BJP പ്രവർത്തകർക്കും 30 CPM പ്രവർത്തകർക്കുമെതിരെയാണ് കേസെടുത്തത്. സാമൂഹ്യ മാധ്യമ ഇടപെടൽ പോരെന്ന് CPM-ൽ വിമർശനം. MP നികേഷ് കുമാറിന്റെ പ്രകടനത്തിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി. വിവാദങ്ങളിൽ പ്രതിരോധം തീർക്കാനാവുന്നില്ല. നികേഷ് കുമാറിന് പാർട്ടി നൽകുന്ന കൂടിയ അലവൻസിലും അതൃപ്തി. വിഭജന ഭീതി ദിനാചരണത്തിൽ നിലപാട് കടുപ്പിച്ച് ചാൻസലർ. വിഭജന ഭീതി ദിനം ഓർമ്മിപ്പിച്ച് വീണ്ടും VC-മാർക്ക് കത്തയച്ചു. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും നൽകാൻ രാജ്ഭവന്റെ നിർദ്ദേശം. ഗവർണറുടെ സർക്കുലറിനെതിരെ SFI ഇന്ന് ക്യാമ്പസുകളിൽ പ്രതിഷേധിക്കുന്നു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുന്നുവെന്ന് ഹർജിക്കാർ. വോട്ട് ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രക്ഷോഭം പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC നിയമനത്തിൽ ഗവർണറുടെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. ഡോക്ടർ ശിവപ്രസാദിന്റെയും ഡോക്ടർ സിസ തോമസിന്റെയും നിയമനം റദ്ദാക്കണമെന്ന സർക്കാർ അപേക്ഷ പരിഗണിക്കും. ധർമ്മസ്ഥലയിൽ 13-ാം പോയിന്റിൽ ഇന്നും SIT-യുടെ പരിശോധന തുടരും. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന. കേരളീയ വേഷത്തിലുള്ള പെൺകുട്ടിയെ ഉൾപ്പെടെ 8ഓളം പേരെ ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് സാക്ഷിയുടെ മൊഴി. ഇന്നലെ ഇതേ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ തെളിവുകൾ കിട്ടിയില്ല. ഇന്ത്യ അമേരിക്ക തീരുവ തർക്കങ്ങൾക്ക് പിന്നാലെ നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കും. UN പൊതുസഭയിൽ സംസാരിക്കാനെത്തുന്ന മോദി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വ്യാപാര കരാർ ചർച്ചയാകാൻ സാധ്യത. യുക്രൈൻ ഭൂമി റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള സമാധാന ചർച്ചകൾക്ക് തയ്യാറല്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമായി ഭൂമി കൈമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയേക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രതികരണം. മലപ്പുറത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. പാണ്ടിക്കാട് സ്വദേശി ഷമീറിനെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. ആലപ്പുഴയിൽ കഞ്ചാവുമായി KSRTC കണ്ടക്ടർ പിടിയിൽ. മാവേലിക്കര ഭരണിക്കാവ് സ്വദേശി ജിതിൻ കൃഷ്ണയാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇന്നലെ രാത്രി 12:30-ഓടെ ബൈക്കിൽ കഞ്ചാവുമായി പോകുമ്പോൾ പിടിയിലായി. 1 കിലോ 200 ഗ്രാം കഞ്ചാവാണ് പിടിച്ചത്. KSRTC ഹരിപ്പാട് ഡിപ്പോയിലെ കണ്ടക്ടറാണ് ജിതിൻ. അമ്മയിലെ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. ആവേശകരമായ പ്രചാരണവുമായി താരങ്ങൾ. 31 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും സ്ഥാനാർത്ഥികൾ ആദ്യം. ജാതിമാറ്റ തട്ടിപ്പിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ലത്തീൻ സർട്ടിഫിക്കറ്റ് വാങ്ങി മറ്റുള്ളവർ സംവരണാനുകൂല്യം തട്ടിയെടുക്കുന്നത് അംഗീകരിക്കാനാകില്ല. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് കുമ്മനത്തിന്റെ പ്രതികരണം. ഇന്ത്യ സിംഗപ്പൂർ 3-ാം റൗണ്ട് മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് ഡൽഹിയിൽ തുടങ്ങും. 2 രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. സിംഗപ്പൂർ പ്രതിനിധി സംഘത്തെ ഉപപ്രധാനമന്ത്രിയും വ്യാപാര വ്യവസായ മന്ത്രിയുമായ ഗാൻ കിങ് യോങ് നയിക്കും. കേന്ദ്രമന്ത്രിമാരായ S ജയശങ്കർ, നിർമ്മല സീതാരാമൻ, പീയൂഷ് ഗോയൽ, അശ്വനി വൈഷ്ണവ് എന്നിവർ ചർച്ചകളിൽ പങ്കെടുക്കും. രജനീകാന്ത് സിനിമ കൂലി നാളെ തിയേറ്ററുകളിൽ. നിരവധി റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് ഓഗസ്റ്റ് 14-ന് ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നത്. പ്രീ സെയിലിലൂടെ $2 മില്യൺ നേടുന്ന ആദ്യ തമിഴ് സിനിമയായി കൂലി.